നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളുമായി ഷാജി കടക്കൽ. ഇന്ന് നവംബർ 15 വെള്ളി 2024. വാർത്തകളിലേക്ക്. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിലുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇത് സാധ്യമല്ലെന്ന് അറിയിച്ചത്. വയനാടിനെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിസമ്മതിക്കുന്നത് ദുരന്തം അനുഭവിക്കുന്നവർക്ക് ആവശ്യ സഹായം നിഷേധിക്കലാണെന്നും സങ്കല്പിക്കാനാവാത്ത നഷ്ടം നേരിട്ടുള്ള ഞെട്ടിക്കുന്ന അനീതിയാണെന്നും വിമർശിച്ചു പ്രിയങ്ക ഗാന്ധി. രാഷ്ട്രീയ കാരണങ്ങൾ ഇരകളെ കുറ്റപ്പെടുത്തുന്നത് അസഹകരണമാണെന്നും പ്രിയങ്ക ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ദുരന്തബാധിതരുടെ കണ്ണീർ കാണാത്ത നിലപാട് വേദനാജനകമാണെന്നും പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർക്കുണ്ടെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇക്കാര്യം മറച്ചുപിടിച്ചത് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ നേർചിത്രമാണെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാവും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തോടുള്ള കേന്ദ്ര നയത്തിന് മറുപടി പറയാനുള്ള അവസരം ഇനി പാലക്കാട് ജനങ്ങൾക്കാണെന്നും കേന്ദ്രത്തിന്റെ ഭൂപടത്തിൽ കേരളമില്ലെന്നും കേരളത്തിന്റെ ഭൂപടത്തിൽ അവരും ഉണ്ടാവാൻ പാടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് കഴിവും ത്രാണിയുമില്ലാത്തതിലാണ് കേന്ദ്ര സഹായം നേടാനാവാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഒരു സഹായം ഇതുവരെ നൽകിയിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചത് വൻ പ്രതിഷേധാർഹമാണെന്നും ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപനമല്ലാതെ ഒരു സഹായവും കിട്ടിയില്ലെന്നും കേന്ദ്ര സഹായം നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പോർമുഖം തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 30 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ അറിയിച്ചു. 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 21 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 22 വരെ സമർപ്പിക്കാം. LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞത് EP ജയരാജനെ CPM ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട് എത്തിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം എഴുതിയതിന് എതിരായി സംസാരിപ്പിച്ച് EP ജയരാജനെ CPM നേതൃത്വം വീണ്ടും അപമാനിക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. EP ജയരാജനെ പാർട്ടിയുടെയും സർക്കാരിന്റെയും തലപ്പത്തുള്ളവർ പിന്നിൽ നിന്ന് കുത്തിയാണ് ആത്മകഥ നാടകീയമായി പുറത്തുവിട്ടതെന്ന് KPC പ്രസിഡന്റ് K. സുധാകരൻ MPയും പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് പോലീസ് നൽകിയ പരാതിയിൽ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന ചുരുൾ നിവരും. സമുന്നതമായ ഒരു നേതാവിനെ കുരുതി കൊടുക്കാൻ പാർട്ടി നടത്തിയ വൃത്തികെട്ട കളികളുടെ ഞെട്ടിപ്പിക്കുന്ന ഏടുകളാണ് പുറത്തു വരാനിരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. സരനെ വാനോളം പുകഴ്ത്തി EP ജയരാജൻ. ജനസേവനത്തിൻ്റെയും ജനപരിപാലനത്തിൻ്റെയും പ്രചാരകനും പ്രവർത്തകനുമായി സരൻ സജീവ സാന്നിധ്യമായിരുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ജനങ്ങളോടൊപ്പമായിരുന്നുവെന്നും സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് സരന് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജൻ്റെ ആത്മകഥാ വിഭാഗത്തിൽ പ്രതികരണവുമായി രവി DC പുസ്തക വിഭാഗത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും DC ബുക്സ് ഫെസിലേറ്റർ മാത്രമാണെന്നും രവി DC പറഞ്ഞു. ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രവി DC. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി DC പറഞ്ഞു. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെയാണ് അന്വേഷണം നടത്തുക. തന്റെ ആത്മകഥ വ്യാജമാക്കി ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചുവെന്ന EP ജയരാജന്റെ പരാതിയിൽ DC ബുക്സിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഗൂഢാലോചന പരാതിയാണ് EP ജയരാജൻ കൊടുത്തത്. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഹൈക്കോടതി. പരിപാടി സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നാണ് പ്രധാന മാർഗനിർദ്ദേശം. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അയക്കണം. ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടതെന്നും തുടർച്ചയായി 3 മണിക്കൂർ കൂടുതൽ ആനയെ എഴുന്നേൽത്തരുതെന്നും എഴുന്നള്ളത്തിന് എത്തുന്ന ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലവും ബാരിക്കേഡും വേണമെന്നും ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി നിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും കൂടാതെ സംശയിക്കുന്നതായി കുടുംബം മൊഴി നൽകി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണം 6. നീലേശ്വരം തേർവയൽ സ്വദേശി മകം വീട്ടിൽ പത്മനാഭനാണ് മരിച്ചത്. പൊള്ളേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തിൽ പൊള്ളലേറ്റ 100ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ
എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, BNS എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. കേരളത്തിൻ്റെ കായിക താരങ്ങൾ ഭോപ്പാൽ നടക്കുന്ന ദേശീയ അണ്ടർ-19 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വിമാനത്തിൽ പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 20 കായിക താരങ്ങൾക്കും ടീം മാനേജർക്കും ആണ് വിമാനത്തിൽ പോകുക. കാലങ്ങളായി മറ്റ് മതവിഭാഗങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന് ലാൻഡ് ജിഹാദാണെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ. പ്രണയം നടിച്ച് മറ്റു വിഭാഗങ്ങളിലെ യുവതിയുവാക്കളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്ന ലവ് ജിഹാദ് പോലെയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് ഭൂമി പ്രശ്നം തുടർന്ന് മുനമ്പം സന്ദർശിക്കുന്ന BJP നേതാക്കളെ വിമർശിച്ച് മന്ത്രി P. രാജീവ്. മണിപ്പൂർ സന്ദർശിക്കാതെ BJP നേതാക്കളാണ് മുനമ്പത്തേക്ക് വരുന്നതെന്നും BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുനമ്പത്തേക്ക് ഒരു മതത്തിൻ്റെയും പ്രശ്നമില്ലെന്നും ശാശ്വത പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും P. രാജീവ് വ്യക്തമാക്കി. പാലക്കാട് നീലിപ്പാറയിൽ കാർ ഇടിച്ചു നിർത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കാറുകൾ തമ്മിൽ ഇടിച്ച ശേഷം മറ്റൊരു കാറിലുണ്ടായിരുന്ന ആളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി. കുഴൽപ്പണ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. നവംബർ 15-18 തീയതികളിലാണ് സ്കൂളുകൾക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റി അവധി പ്രഖ്യാപിച്ചത്. കുന്നത്തൂർ തുരുത്തിക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിലെ കിണറ്റിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണ ഉത്തരവ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തുരുത്തിക്കര MTUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിനാണ് കിണറ്റിൽ വീണത്. തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷിയിടങ്ങളിൽ വൈദ്യുതി കണികൾ സ്ഥാപിക്കുന്നതിന് മുന്നറിയിപ്പുമായി പോലീസ്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്ഥാപിച്ചുള്ള ഇത്തരം അനധികൃത വൈദ്യുത കണികൾ കുടുങ്ങി ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പുമായി പാലക്കാട് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ മരിക്കാനിടയായാൽ ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതാണെന്നും പോലീസ് അറിയിച്ചു. എറണാകുളത്ത് ആംബുലൻസ് മറിഞ്ഞു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് ദാരുണാപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ചക്രവാത ചുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. വായുമലിനീകരണം പരിധി വിട്ടോടെ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ. വായുമലിനീകരണം ഗുരുതരമായ നിലയിലേക്ക് ഉയർന്നതോടെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ആൻഡ് പ്ലാൻ നടപ്പാക്കാൻ നിർദ്ദേശം നൽകി. വയനാട്ടിലെ കാലാവസ്ഥയുമായി താരതമ്യം ചെയ്ത് ഡൽഹി വായുമലിനീകരണത്തിലെ ആശങ്ക പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. വയനാട്ടിൽ ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പ്രിയങ്ക എക്സിൽ തന്റെ കുറിപ്പ് പങ്കുവച്ചത്. വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മടക്കത്തെ ഗ്യാസ് ചേമ്പറിൽ പ്രവേശിക്കുന്നതിന് തുല്യമെന്നായിരുന്നു പ്രിയങ്ക വിശേഷിപ്പിച്ചത്. കർണാടകയിൽ സർക്കാരിനെ പുറത്താക്കാൻ 50 കോൺഗ്രസ് MLAമാർക്ക് BJP 50 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ആയുർവേദ മരുന്നെന്ന പേരിൽ പാക്കറ്റുകൾ കിട്ടുന്ന മയക്കുമരുന്ന് ചേർത്ത ചോക്ലേറ്റുകൾ ബാംഗ്ലൂരു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ചില പാൻ ഷോപ്പുകൾ വഴി വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന ചോക്ലേറ്റിനെക്കുറിച്ച് രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 6 പേർ പിടിയിലായി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിച്ചു. ഉത്തർപ്രദേശിൽ PSC പരീക്ഷാ സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ സംഘർഷം. മണിപ്പൂരിൽ 6 പോലീസ് സ്റ്റേഷൻ പരിധികൾ കൂടി സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമമായ അപ്സ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. പക്ഷിപ്പനി ബാധിച്ച് അർജന്റീനയിൽ 1 വർഷത്തിൽ 17,000 അധികം എലഫന്റ് സീലുകൾ ഇല്ലാതായി റിപ്പോർട്ടുകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം തുടങ്ങുക. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. ഈ മത്സരം കൂടി ജയിച്ച് ആധികാരികമായി പരമ്പര നേടുന്ന ലക്ഷ്യത്തോടെയാവും ഇന്ത്യ ഇന്ന് ക്രീസിലിറങ്ങുക. ബംഗ്ലാദേശിനെതിരെ അവസാന മത്സരത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ മത്സരത്തിലും തുടർച്ചയായ സെഞ്ചുറികൾ നേടിയ ശേഷം തുടർച്ചയായ 2 മത്സരങ്ങൾ 0-ന് പുറത്തായ സഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തിലുള്ള പ്രാർത്ഥനയിലാണ് സഞ്ജുവിൻ്റെ ആരാധകർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.